യൂണിവേഴ്സിറ്റിയുടെ എം.കോം ഫസ്റ്റ് സെമസ്റ്ററിലെ മാനേജറിയൽ എക്കണോമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡിമാൻഡ് കൺസെപ്റ്റ് ആൻഡ് അനാലിസിസിലെ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? ഡിമാൻഡ് എന്ന് പറയുന്നത്, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് consumers buy more at lower prices and less at higher prices എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതിൽ കൺസ്യൂമേഴ്സ് എപ്പോഴും ലോവർ പ്രൈസ് കുറയുന്ന സമയത്ത് കൺസ്യൂമേഴ്സ് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യും. അതേപോലെ തന്നെ പ്രൈസ് കൂടുന്ന സമയത്ത് കൺസ്യൂമേഴ്സ് അത് കുറവായിട്ടാണ് പർച്ചേസ് ചെയ്യുള്ളൂ. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് ഈ പ്രൈസും ഡിമാൻഡും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്, ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്, നെഗറ്റീവ് റിലേഷൻഷിപ്പാണെന്ന് പറയാം. അതായത് പ്രൈസ് കൂടുന്ന സമയത്ത് ഡിമാൻഡ് കുറയണോ, അതുപോലെ തന്നെ പ്രൈസ് കുറയുന്ന സമയത്ത് ഡിമാൻഡ് കൂടുന്നു. ഇത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ്. അതുകൊണ്ടാണ് ഇതിന് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്, നെഗറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത്, ഇവിടെ നമ്മൾ ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ ആകെ രണ്ട് കാര്യങ്ങളാണ് അവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഏതൊക്കെയാണ്? പ്രൈസും ഡിമാൻഡും മാത്രം. മറ്റു ഫാക്ടേഴ്സ് എല്ലാം, നമ്മൾ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. മറ്റു ഫാക്ടേഴ്സ് എല്ലാം റിമൈൻ കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ലോ ഓഫ് ഡിമാൻഡിൽ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മാത്രമാണ് എടുക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം അവിടെ കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു നമ്മൾ ഗ്രാഫിൽ പറയുന്നത് പ്രൈസ് നമ്മൾ P1 ആകുന്ന സമയത്ത് ഡിമാൻഡ് ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഡിമാൻഡ് Q1 ആയിരിക്കും. അപ്പോൾ പ്രൈസ് കൂടുതലുള്ള സമയത്ത് അവിടെ ഡിമാൻഡ് വളരെ കുറവാണ്. ദെൻ പ്രൈസ് P1 നിന്ന് PE മാറുന്ന കുറയുന്ന സമയത്ത് എന്താണ്? ഡിമാൻഡ് കുറച്ചുകൂടി കൂടുന്നുണ്ട്. ദെൻ പ്രൈസ് P2 ആയിട്ട് കുറയുന്ന സമയത്ത് ഡിമാൻഡ് Q2 ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രൈസ് കുറയും തോറും എന്ത് കൂടുകയാണ്? അവിടെ ഡിമാൻഡ് അവിടെ കൂടുന്നുണ്ട്. ഇപ്പൊ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് പർച്ചേസ് ചെയ്യുന്നത്, ഡിമാൻഡ് കൂടുന്നുണ്ട്, പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂടുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് എഫക്റ്റ് ആണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് രണ്ട് എഫക്റ്റ്? ഇൻകം എഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. അതിന് ഇൻകം എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻകം എഫക്റ്റിൽ പറയുന്നത് ലോവർ പ്രൈസ് ഇൻക്രീസസ് പർച്ചേസിംഗ് പവർ. പ്രൈസ് കുറയുന്ന സമയത്ത് നമ്മളുടെ കൺസ്യൂമേഴ്സിന്റെ പർച്ചേസിംഗ് പവർ അവിടെ കൂടുന്നുണ്ട്. അതായത് അവരുടെ കയ്യിലുള്ള പണം അല്ലെങ്കിൽ മണി അല്ലെങ്കിൽ അവരുടെ ഇൻകം അവിടെ കൂടുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഫസ്റ്റ് കൺസെപ്റ്റ്, ഇൻകം എഫക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കയ്യിലുള്ള പണം കൂടുന്ന സമയത്ത് അതുകൊണ്ട് ബാലൻസ് ഉള്ള പൈസ കൊണ്ട് കൂടി അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കൂടുതൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും, ഗുഡ്സ് കൂടുതലായിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റും. അതാണ് ഇൻകം, കൺസ്യൂമറുടെ ഇൻകം കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ഇൻക്രീസ് ഓർ ഡിക്രീസ്, കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുതൽ കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ആളുകളുടെ കയ്യിലുള്ള ഇൻകം, കൺസ്യൂമറുടെ കയ്യിലുള്ള ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് കുറയുമ്പോൾ ഇൻകം കൂടുകയാണ്, കയ്യിലുള്ള പൈസ ബാലൻസ് അവിടെ വരുന്നുണ്ട്. ആ പൈസ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതലായിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇൻകം എഫക്റ്റ്. രണ്ടാമത് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ പറയുന്നത് കൺസ്യൂമേഴ്സ് സ്വിച്ച് ടു ചീപ്പർ ഗുഡ്സ് വെൻ പ്രൈസസ് ഫാൾ. എപ്പോഴാണോ ഗുഡ്സിന്റെ പ്രൈസ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? കൂടുതലുള്ള പ്രൈസുള്ള ഗുഡ്സ് വാങ്ങിക്കുന്ന കൺസ്യൂമേഴ്സ് കൂടി എന്ത് ചെയ്യാണ്? ഈ ചീപ്പർ ഗുഡ്സ് വാങ്ങിക്കാനായിട്ട് അവിടെ അതിലേക്ക് മാറുകയാണ്. അങ്ങനെ അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. പകരം വയ്ക്കാവുന്ന ഗുഡ്സ് ആണ്. നമ്മൾ ചായ കാപ്പി കുറഞ്ഞു, ചായയുടെ വില കൂടിയ ആളുകൾ എന്ത് ചെയ്യാം? അതിന് പകരമായിട്ട് കാപ്പി വാങ്ങി യൂസ് ചെയ്യാനായിട്ട്, കുടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അതാണ് കൺസ്യൂമേഴ്സ് മാറുകയാണ്, ഗുഡ്സിലേക്ക്, വില കുറഞ്ഞ ഗുഡ്സിലേക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ അതിൻ്റെ റിസൾട്ട് ഇവിടെ ഇതാണ് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ ഒരു ചേഞ്ചിലേക്കുള്ള ആ ഒരു മാറ്റങ്ങൾ കാണിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് അടുത്തത് പറയുന്നത് റിയൽ ലൈഫ് എക്സാമ്പിളിലേക്ക് കടക്കുകയാണെങ്കിൽ, ബർഗർ പ്രൈസ് ഡ്രോപ്സ് ഡിമാൻഡ് റൈസസ്. ബർഗറിന്റെ പ്രൈസ് കുറയുന്ന സമയത്ത് എന്ത് കൂടും? ഡിമാൻഡ് കൂടും.
if tea price increases, ചായയുടെ വില കൂടുന്ന സമയത്ത് ഡിമാൻഡ് ഫോർ കോഫി റൈസ്, കോഫിയുടെ ഡിമാൻഡ് കൂടുകയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ്? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആയതുകൊണ്ടാണ്. അതിന് പകരം, ചായക്ക് പകരം നമ്മൾ കോഫി യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനൊരു ചേഞ്ച്. ദെൻ അടുത്തത് ഫേം യൂസ് ഡിസ്കൗണ്ട് ആൻഡ് റിബേറ്റ് ടു ബൂസ്റ്റ് ഡിമാൻഡ്. ഡിമാൻഡ് ഏതൊരു കൺസ്യൂമറും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന് ഡിസ്കൗണ്ട് ഉണ്ടോ, റിബേറ്റ് ഉണ്ടോ, വില കുറവിലായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമേ ആളുകൾ പർച്ചേസ് ചെയ്യാറുള്ളൂ. അപ്പോൾ എപ്പോഴും ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഏത്? ഡിസ്കൗണ്ടോ റിബേറ്റുകളും. പ്രൈസ് നോക്കി വാങ്ങിക്കുന്നതാണ്. അത് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടാണെങ്കിലും ഇതൊരു കൺസ്യൂമറും അങ്ങനെ പ്രൈസ് നോക്കി വാങ്ങാറുണ്ട്. നെക്സ്റ്റ് വരുന്നത് മാർക്കറ്റ് ഡിമാൻഡിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. നമ്മൾ ഇതുവരെ പറഞ്ഞ ഇൻഡിവിജ്വൽ ഡിമാൻഡാണ്. മാർക്കറ്റ് ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഡിമാൻഡ് മീൻസ് സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ്സ് അറ്റ് ഈച്ച് പ്രൈസസ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡിന്റെ ഒരു സം ആണ് ഇത് മാർക്കറ്റ് ഡിമാൻഡ്. മാർക്കറ്റിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ അല്ല വരുന്നത്, ഒരുപാട് ഇൻഡിവിജ്വൽസ്, ഒരുപാട് കൺസ്യൂമേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽസിന്റെ, ആ കൺസ്യൂമേഴ്സിന്റെ ഒരു സം ആണ് ഇതിൽ വരുന്നത്, ഈ ഒരു മാർക്കറ്റ് ഡിമാൻഡിൽ വരുന്നത്. ഇഫ് ഇൻഡിവിജ്വൽ ബൈ മോർ അറ്റ് ലോവർ പ്രൈസസ് സോ ഡസ് ദി മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിൽ ഇൻഡിവിജ്വൽസ് ലോ പ്രൈസിലാണെങ്കിൽ എത്രമാത്രം വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ ഇവിടെ ചാർട്ട് കൊടുത്തിട്ടുണ്ട്, ഇൻഡിവിജ്വൽസ് വേഴ്സസ് മാർക്കറ്റ് ഡിമാൻഡ് കർവുകൾ. അപ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണോ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടുതലായിട്ട് വാങ്ങുന്നത്, അത് ഓരോ വ്യക്തിയുടെ എഫക്റ്റും എന്തിനു വരും? ടോട്ടൽ മാർക്കറ്റിന്റെ ആ ഒരു ഡിമാൻഡ് കൂടുന്നതിന് കാരണമായിട്ട് അവിടെ വരാറുണ്ട്. അപ്പോൾ കമ്പനി ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്സുകൾ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ആ കാര്യം മാത്രമാണ്, ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ഡിമാൻഡ് കൂടുമ്പോഴും അത് മാർക്കറ്റ് ഡിമാൻഡിലേക്ക് വരുന്നുണ്ട്, അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. ദെൻ അഗ്രിഗേറ്റിംഗ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്സ് മീൻസ് നമ്മൾ വരുന്നത് ഇൻഡിവിജ്വൽ ഡിമാൻഡിൻ്റെ ഒരു ടോട്ടലാണ്. നമ്മളിപ്പോൾ പറഞ്ഞു മാർക്കറ്റ് ഡിമാൻഡ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അഗ്രിഗേറ്റിംഗ് ഇൻഡിവിജ്വൽ ഡിമാൻഡിലും പറയുന്നത്. അതാണ് ശ്രദ്ധിക്കുക. അറ്റ് ₹15 രൂപ ഒരു പ്രോഡക്റ്റിന് വരുന്ന സമയത്ത് കൺസ്യൂമർ 1 ഫസ്റ്റ് കൺസ്യൂമർ ബൈസ് 4 പ്രോഡക്റ്റ് വാങ്ങി. ദെൻ കൺസ്യൂമർ 2 ബൈസ് 2 രണ്ടാമത്തെ കൺസ്യൂമർ 2 പ്രോഡക്റ്റ് വാങ്ങി. അപ്പോൾ ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് മാർക്കറ്റ് ഡിമാൻഡ് എത്രയാണ് വരുന്നത്? ഫസ്റ്റ് കൺസ്യൂമറുടെ 4, സെക്കൻഡ് കൺസ്യൂമറുടെ 2, അങ്ങനെ ടോട്ടൽ 4 2 6 യൂണിറ്റ്, 6 പ്രോഡക്റ്റ് ആണ് അതിൽ ടോട്ടൽ അഗ്രിഗേറ്റിംഗ് ഇൻഡിവിജ്വൽ ഡിമാൻഡായിട്ട് മാർക്കറ്റ് ഡിമാൻഡായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ 10 റുപ്പീസ് പ്രൈസ് 10 റുപ്പീസ് ആയിട്ട് കുറയുന്ന സമയത്ത് മാർക്കറ്റ് ഡിമാൻഡ് എത്ര വരുന്നുണ്ട്? മാർക്കറ്റ് ഡിമാൻഡ് ഇതിൻ്റെ ഡബിൾ ആയിട്ട് കൂടുന്നുണ്ട്, 13 യൂണിറ്റ്സ് ആയിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ ആൾവേസ് ആഡ് ക്വാണ്ടിറ്റീസ് നോട്ട് പ്രൈസ്. പ്രൈസ് അല്ല ആഡ് ചെയ്യുന്നത്, എന്താണ് ആഡ് ചെയ്യുന്നത്? ക്വാണ്ടിറ്റീസ് ആണ് അവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് ഡിമാൻഡിൽ എത്ര ക്വാണ്ടിറ്റി ആണ് പർച്ചേസ് ചെയ്യുന്നത്, ഓരോ ഇൻഡിവിജ്വൽസും വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റി ആണ് നമ്മുടെ ചാർട്ടിലും നമ്മൾ ടോട്ടലായിട്ട് അവിടെ നോക്കുന്നത്. ദെൻ ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ കർവ്സ്, അവിടെ നമ്മൾ വരുന്നത് ഒരു ഹൊറിസോണ്ടൽ സമ്മേഷൻ ആണ്. ഇൻഡിവിജ്വൽ കർവുകളുടെ ഒരു ടോട്ടലാണ് നമ്മൾക്ക് ഇതിൽ കാണുന്നത്. മാർക്കറ്റ് ഡിമാൻഡിൽ കർവിൽ അവിടെ കാണുന്നത് നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവുകൾ എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഒരു സമ്മേഷനാണ് നമ്മൾ ഇതിൽ വരുന്നത്. മാർക്കറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റിംഗ് ആയിട്ട് നമ്മൾ പറയുന്നത്. ദെൻ ഷോസ് ടോട്ടൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അറ്റ് ഈച്ച് പ്രൈസ്. അങ്ങനെ ഓരോ വിലയ്ക്കുമുള്ള ഓരോ പ്രൈസും വേരിയേഷൻ അവിടെ വരുന്ന സമയത്തുള്ള ടോട്ടൽ ക്വാണ്ടിറ്റി പർച്ചേസിംഗ് ആണ് നമുക്ക് ആ ടോട്ടൽ മാർക്കറ്റ് കർവ് അല്ലെങ്കിൽ അഗ്രിഗേറ്റിംഗ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവിൽ നമുക്ക് കാണിക്കുന്നത്. അതും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് തന്നെയായിരിക്കും. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് തന്നെയായിരിക്കും കർവ് വരുന്നത്. ലൈക്ക് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് എങ്ങനെയാണോ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണല്ലോ, അതേപോലെ തന്നെയാണ് ടോട്ടൽ അഗ്രിഗേറ്റിംഗ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവും അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് കർവും അങ്ങനെ തന്നെയാണ് വരാറുള്ളത്. ഇനി നമുക്ക് വാട്ട് ആർ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, എന്തൊക്കെയാണ് നമ്മുടെ ഡിമാൻഡിന്റെ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്
പറയുന്നത് ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹൗ മച്ച് കൺസ്യൂമേഴ്സ് ബൈ അറ്റ് ഈച്ച് പ്രൈസ്. നമ്മൾ പ്രൈസ് ഏത് തന്നെയാണെങ്കിലും നമ്മൾ ഫാക്ടേഴ്സ് മറ്റു പല ഫാക്ടേഴ്സും നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൈസ് അല്ലാതെ മറ്റെന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമ്മൾ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാൽ കീ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന്റെ ഇൻകം തന്നെയാണ്. കൺസ്യൂമറുടെ ഇൻകം, വരുമാനം എത്രയാണോ, ഇൻകം കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടും, ഇൻകം കുറയുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയും. ദെൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, കൺസ്യൂമറുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് ഇതെന്ത് മാറുന്നുണ്ട്? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓരോ കൺസ്യൂമറിലും ഇത് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് മാറും? ഡിമാൻഡ് മാറും. ദെൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, കോംപ്ലിമെന്ററി ഗുഡ്സിന്റെയോ പ്രൈസിൽ വരുന്ന വേരിയേഷൻ ഡിമാൻഡിനെ അഫക്ട് ചെയ്യും. കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ ഗുഡ്സ് വരുന്നത് നമ്മൾ ഒരു ഗുഡ്സ് അത് കണക്റ്റഡ് ആണ്. കാറ്, പെട്രോള്, മൊബൈൽ ചാർജർ, ബാറ്ററി, പവർ ബാങ്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഈ ആക്സറി നമുക്കത് ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂടിയാൽ പോലും അതിന്റെ ഡിമാൻഡ് അവിടെ കുറയാണ്. പെട്രോളിന്റെ വില കൂടിയ കാറിന്റെ ഡിമാൻഡ് അവിടെ കുറഞ്ഞു. അതാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് അങ്ങനെയല്ല. അവിടെ ചായ കാപ്പി പോലെയാണ്. ഒന്നിന്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റു പ്രോഡക്റ്റിന്റെ ഡിമാൻഡാണ് അവിടെ മാറുന്നത്. അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻ അബൌട്ട് ഫ്യൂച്ചർ പ്രൈസ് ഇൻകം, ഫ്യൂച്ചറിൽ നമ്മൾ പ്രൈസ് കൂടുകയോ കുറയോ ചെയ്യും എന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ, ഇൻകം കൂടും കുറയും എന്നുള്ള ആ ഒരു പ്രതീക്ഷ അത് വരുന്ന സമയത്ത്, അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വരുന്ന സമയത്ത് ഫ്യൂച്ചർ പ്രൈസിനെ കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കുക എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ അതും എന്തിനെ ബാധിക്കാറുണ്ട്? ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡിമാൻഡ് അവിടെ കൂടാൻ കുറയൊക്കെ ചെയ്യാം. ദെൻ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻ ദി മാർക്കറ്റ്. ദെൻ അടുത്തത് വരുന്ന ഒരു കാര്യം മാർക്കറ്റിലുള്ള കൺസ്യൂമേഴ്സിന്റെ എണ്ണമാണ്. എണ്ണം കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടും, എണ്ണം കുറയുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയും. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം പ്രൈസ് അല്ലാതെ മറ്റു ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം എന്തിനെ അഫക്ട് ചെയ്യുന്നതാണ്? ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നതാണ്. കൺസ്യൂമേഴ്സ് ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഡിമാൻഡ് കർവിന്റെ ആ ഒരു ഷിഫ്റ്റ് വേരിയേഷൻ കാണിക്കുന്ന ആ ഒരു ചാർട്ട് നോക്കി നമുക്ക് കർവ് നോക്കിയാൽ ആ ഒരു വ്യത്യാസം കാണാം. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് കൂടുന്നത് എങ്ങനെയാണ് അതിൽ അറിയുന്നത്? D1 എന്ന് പറയുന്ന ആ ഒരു ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് റൈറ്റിലേക്കാണ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നത്. D1 എന്നുള്ള ആ ഒരു ഡിമാൻഡിൽ നിൽക്കുകയായിരുന്നു. ആ ഡിമാൻഡ് കൂടുന്ന സമയത്ത് എന്താവും? കർവ് റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. D2ലേക്ക് മാറി റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. Then decrease in demand ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് D1 ആയിരുന്നു ഫസ്റ്റ്. ദെൻ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. D2 ലെഫ്റ്റിലേക്ക് താഴേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ച് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ഡിമാൻഡ് കൂടുകയും കുറയുകയും ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു കർവിന്റെ വേരിയേഷൻ ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഡിഫറെന്റ് ഫ്രം മൂവ്മെന്റ് അലോങ് ദി കർവ് കോസ്ഡ് ബൈ പ്രൈസ് ചേഞ്ച്. അപ്പോൾ ഇനി പ്രൈസ് ചേഞ്ച് അല്ലാതെ മറ്റു പല ചേഞ്ചസ്, പ്രൈസ് സെയിം കോൺസ്റ്റന്റ് ആയിട്ട് സെയിം അതേപോലെ തന്നെ നിൽക്കുന്ന മറ്റു കാര്യങ്ങൾ മാറുന്ന സമയത്ത് മറ്റു ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു, അതർ ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിൽ വരുന്ന വേരിയേഷൻസ് എന്തിനെ അഫക്ട് ചെയ്യാറുണ്ട്? ഡിമാൻഡിനെ അഫക്ട് ചെയ്യാറുണ്ട്. ഡിമാൻഡ് അവിടെ മാറുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു കർവില് നമ്മൾ ഈ 3 കർവായിട്ട് ഇവിടെ പറയുന്നത്. അതിൽ ഇൻകം എഫക്ട്, ഹൈ ഇൻകം വരുന്ന സമയത്ത് മോർ ഡിമാൻഡ് ഫോർ നോർമൽ ഗുഡ്സിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരിക്കും. ലോ ഇൻകം കമ്മിയാകുന്ന സമയത്ത് അവിടെ ലെസ് ഡിമാൻഡ് ആയിരിക്കും. എക്സാമ്പിൾ റൈസ് ഇൻ സാലറി കൂടിക്കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ റെഫ്രിജറേറ്ററിന്റെ ഡിമാൻഡ് അവിടെ കൂടും. നമ്മുടെ കയ്യിൽ പൈസ വരുന്ന സമയത്ത് എന്ത് വാങ്ങിക്കാനോ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും അങ്ങനെയുള്ള ഡ്യൂറബിൾ ഗുഡ്സിന്റെ ഡിമാൻഡ് അവിടെ കൂടും. ദെൻ ചേഞ്ച് ഇൻ ഡിമാൻഡ്, അടുത്തത് എൻറ്റയർ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് D1 to D2, D1 നിന്ന് D2ലേക്കുള്ള ആ ഒരു ഡിമാൻഡിന്റെ ചേഞ്ച് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. കോസ്ഡ് ബൈ ഷിഫ്റ്റ് വേരിയബിൾസ്. അപ്പോൾ ഈ ഒരു വേരിയബിൾസിൽ വരുന്ന വ്യത്യാസം കാരണം കൊണ്ട് അത് ഏതൊക്കെയാ വേരിയബിൾസ് ആണ്? ഇൻകത്തിൽ വ്യത്യാസം വരാം, ടേസ്റ്റിൽ മാറാം, അതുപോലെ തന്നെ റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസിൽ വ്യത്യാസം വരാം, എക്സ്പെക്ടേഷൻ മാറാം, നമ്പർ ഓഫ് കൺസ്യൂമേഴ്സിലെ വ്യത്യാസങ്ങൾ വരാം. അങ്ങനെ ഇത്രയും വേരിയബിൾസിൽ വരുന്ന വ്യത്യാസം കൊണ്ട് ഇത് D1 നിന്ന് D2ലേക്കുള്ള ആ ഒരു കർവ് ചേഞ്ചസ് സംഭവിക്കാവുന്നതാണ്. അപ്പോൾ മോർ ഹെൽത്ത് കോൺഷ്യസ് കൺസ്യൂമർ ആണെങ്കിൽ അവിടെ ഹയർ ഡിമാൻഡ് ഫോർ ക്യാരറ്റിന് ഹൈ ഡിമാൻഡ് ആയിരിക്കും. കർവ് ഷിഫ്റ്റ് റൈറ്റ്.
കർവ് എന്തിലേക്ക് മാറും? ഡിമാൻഡ് കൂടുതലുള്ള റൈറ്റിലേക്കാണ് അവിടെ ഒരു കർവ് ചേഞ്ച് അവിടെ സംഭവിക്കുക. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഇനി പറയുന്നത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന ആ ഒരു ചേഞ്ച് എങ്ങനെയൊക്കെയാണ് വരുന്ന മൂവ്മെന്റ് അലോങ് ദി സെയിം ഡിമാൻഡ് കർവ്. ആ ഒരു സെയിം ഡിമാൻഡ് കർവിൽ തന്നെയുള്ള മൂവ്മെന്റ് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്കുള്ള മൂവ്മെന്റ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. then caused only by change in price of the goods itself. അതെന്തുകൊണ്ടാണ് ആ ഒരു വേരിയേഷൻ വരുന്നത്? പ്രൈസിൽ വരുന്ന ചേഞ്ചസ് കൊണ്ടാണ് ഈ ഒരു വേരിയേഷൻ വരുന്നത്. എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞു, ക്യാരറ്റിന്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? കൺസ്യൂമർ ക്യാരറ്റിൽ നിന്ന് പൊട്ടറ്റോ, പീ ഒക്കെ ആയിട്ട് നമ്മൾ ആ ഒരു ഡിമാൻഡ് മറ്റു പ്രോഡക്റ്റിലേക്ക് അവിടെ മാറാം, മറ്റു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് അവിടെ കൂടാതിലേക്ക് മാറാം. അപ്പോൾ ഈ ഒരു ഇലസ്ട്രേഷൻ ഐഡിയ പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഗ്രാഫ് പറയുന്നത് ഗ്രാഫ് ഷോയിങ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ആവുന്നുണ്ട്, ഡിമാൻഡ് ഡിക്രീസ് ആകുമ്പോഴും എന്ത് ചെയ്യാണ്? കർവ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കുള്ള ആ ഒരു മൂവ്മെന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്താണ്? പ്രൈസ് കൂടുന്തോറും ക്വാണ്ടിറ്റി ഡിമാൻഡ് അവിടെ കുറയുന്നുണ്ട്. പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിമാൻഡ് കൂടുന്നുണ്ട്. അതർ ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാർട്ടിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫ്, ഈ ഒരു പിക്ചറിൽ നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കർവില് നമ്മൾ റൈറ്റ് ഷിഫ്റ്റും ലെഫ്റ്റ് ഷിഫ്റ്റും അതർ ഗുഡ്സിന്റെ ഒരു വേരിയേഷൻ ഒക്കെ ആയിട്ട് നമ്മൾ പറയുന്നത് ഇത്രയാണ്. ഡിമാൻഡ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡിമാൻഡ്, അത് ഇൻവേഴ്സ് റിലേഷനിലുള്ള ഓപ്പോസിറ്റ് റിലേഷൻ ഉള്ള ഡിമാൻഡും പ്രൈസും ഡിമാൻഡും അതർ ഫാക്ടേഴ്സും ഒക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.